അടിപൊളി ചിക്കൻ കറിയും അയ്യുവ കപ്പ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂളാന്ന് പറയും, ചിലയിടത്ത് കപ്പ എന്ന് പറയും. ഞങ്ങളുടെ പാലക്കാടൊക്കെ ഇതിന് പൂളാന്നാ പറയാം കേട്ടോ. പൂളയും നല്ല കോഴിയിറച്ചി ഞാൻ ഉണ്ടാക്കിയ തന്നെയാണ്. ഉണ്ടാക്കുന്ന മേക്കാൻ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഉണ്ടാക്കിയ ശേഷം ഉള്ള വീഡിയോ ആണിത്. പൊളി സാധനം, ഞാൻ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ കപ്പയും ചിക്കൻ കറിയും കേട്ടോ, കപ്പയും ചിക്കൻ കറി പൊളിച്ചാളി. അപ്പോൾ നമുക്ക് തിന്ന് നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ പൂതിക്ക് വാങ്ങിയാണ്, പക്ഷെ കപ്പയൊക്കെ നല്ല അടിപൊളിയുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പയൊക്കെ. ഓക്കെ, പിടിച്ചപ്പീയും പോവും. ഫ്രീ ആയിട്ട് നോക്കാം. പൊടി സാധനം. കുറച്ച് ചിക്കൻ കറി ഇടാം. വായിക്കൂടെ വളം വരുന്നത്. ഓ, ഇതിങ്ങനെ നല്ലോണം കുഴയ്ക്കുക. ഇതിന് പ്രത്യേകം എന്താ അറിയോ, കപ്പ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് കപ്പയാണ് മുക്കിക്കഴിഞ്ഞാൽ ഒരു വേറെ പോവും. നമ്മൾ തൊള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ ചാറ്, പക്ഷെ അങ്ങനെ നല്ല കുഴയ്ക്കുക. കുഴച്ചിട്ട് ഒരു ലേശം ചിക്കൻ പീസ് എടുക്കുന്നിട്ട് സിമിറിയ, എന്നിട്ട് ആഹാ ആഹാ പൊളിയായിട്ടാ. സത്യം ഞാൻ ഉണ്ടാക്കിയെന്നൊന്നും തോന്നില്ല. നല്ല സ്മൂത്തായിട്ടുണ്ട് കപ്പ, നല്ല വെന്തിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട്. സംസാരിക്കാൻ തിന്നാൻ തോന്നാം. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകളും പറ്റുന്നെങ്കിൽ കപ്പ വാങ്ങി ചിക്കൻ കറിയും കൂട്ടി ഒന്ന് അടിച്ചു നോക്ക്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ഞാൻ എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നെസ്റ്റോലുണ്ട് അടിപൊളി കപ്പ, ഒന്ന് വാങ്ങാം. 1 കിലോന് 1 ദിനാറോ 90-900 സാധനം ഉണ്ടുള്ളൂ. വാങ്ങാം, ഒരു ചിക്കൻ വാങ്ങാം, പൊളിക്കുക. അപ്പോൾ ചങ്കളെ ബൈ ബൈ.